പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാവന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നിങ്ങളെ എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കൃപയാൽ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയങ്ങൾ വളരെ പരിചിതമായ വിഷയങ്ങളായിരുന്നു. മക്കളില്ലാത്ത ശൂന്യംകാരി അതുവഴി കടന്നുപോയതായിരിക്കുന്ന ദൈവപുരുഷനെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു മാന്യനും ഭക്തനുമാകുന്നു എന്ന് മനസ്സിലാക്കി ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും ഭവനത്തിൽ താമസിക്കുവാൻ ഒരു മുറി പണിത് ആ മുറിയിൽ വേണ്ടതായിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളും പണിതിട്ട് ആ ദേവദാസന്റെ വരവും കാത്തിരുന്ന് ആ ദേവദാസൻ കടന്നു വന്നപ്പോൾ അവിടെ പാർപ്പിച്ച് അടുത്ത പ്രഭാതത്തിൽ ഭക്ഷണം കഴിച്ച് മടങ്ങുന്ന സമയത്ത് പറഞ്ഞു, അടുത്ത വർഷം ഞങ്ങൾ വരുമ്പോൾ ഒരു കുഞ്ഞിനെ നീ അണയ്ക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രകളിൽ പലപ്പോഴും നമ്മൾ ഈ ശൂന്യംകാരിയെ പോലെ ഭാരപ്പെടുന്നവരാണ്. ഭവനത്തിന്റെ ഏകാന്തതകളായി, ജോലിയുടെ വൻ തിരക്കുകളായി, കുടുംബജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളായി, ജീവിതത്തിൽ വളരെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളാണ്. അങ്ങനെ കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ നമ്മളിൽ ഇതുപോലെയുള്ളതായിരിക്കുന്ന ചില അനുഭവങ്ങൾ കടന്നു വരാം. ശൂന്യംകാരിയെ പോലെ, ഈ ശൂന്യംകാരിയെ പോലെയുള്ള അനുഭവങ്ങളാൽ നിരാശപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവൾക്കൊരു വിടുതലിന് കാരണമായി തീർന്നത് ആ ദൈവപുരുഷനെ അറിഞ്ഞു എന്നുള്ളതാണ്. ആ ദൈവപുരുഷൻ ഭവനത്തിൽ വന്നാൽ, പ്രാർത്ഥിച്ചാൽ എന്റെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും, അടയപ്പെട്ട വാതിലുകളെ തുറക്കും, സന്തോഷിക്കാനുള്ള വക എനിക്ക് നൽകിത്തരും, സ്വാതന്ത്ര്യത്തിന്റെ വഴികളെ എനിക്കായി വെളിപ്പെടുത്തി തരും. അത് നിശ്ചയമായി വിശ്വസിച്ചുകൊണ്ടാണ് അവൾ പ്രാർത്ഥനയ്ക്കായി ഭവനം ഒരുക്കിയത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ അല്പസമയം വേർതിരിക്കാം. അതിനായിട്ടൊരു മുറി വേർതിരിക്കാം, അതിനായിട്ട് ഭവനത്തെ ശുദ്ധീകരിക്കാം, അതിനായിട്ട് നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം ഏറ്റവും വലിയ അനിവാര്യമാണ്. യേശു പറഞ്ഞു, എന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകി തരും എന്ന്. ഒന്ന്, അവനെ അറിയുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നമുക്കറിയാം, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യേശു പിന്നെയും കവർന്നഭൂമിയിൽ വന്നു എന്ന് ശ്രദ്ധയായി. ഒരു വലിയ വാർത്ത അവിടെ പ്രചരിച്ചു. അത് മുഖാന്തരം നാട്ടുകാര്, വീട്ടുകാര്, സമൂഹം ഒന്നടക്കം വലിയ കൂട്ടം ആളുകളായിട്ട് അവിടെ വന്നു. അവിടെ കടന്നു വന്നിട്ട് ജനങ്ങൾക്ക് അങ്ങോട്ട് അടുക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വലിയ കൂട്ടം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് യേശുവിനെ അറിഞ്ഞ 4 പേർ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ടുവരികയാണ്. ഏറിയ കാലങ്ങളായിട്ട് അവൻ തളർന്നു കിടക്കുകയാണ്. ഏറിയ കാലങ്ങളായിട്ട് അവന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഏറിയ നാളുകളായിട്ട് അവന്റെ ചിന്തകൾ മരവിച്ചു. അവന്റെ ബുദ്ധിമണ്ഡലങ്ങൾ, അവന്റെ സകല വിചാരങ്ങളും, അവന്റെ സകല ആഗ്രഹങ്ങളും അസ്തമിക്കപ്പെട്ടതുപോലെയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. അവിടെ കിടക്കുന്ന സമയത്താണ് 4 പേര് ആ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് രോഗിയുടെ പിതാവിന്റെ, മാതാവിന്റെയോ അല്ല കുടുംബത്തിന്റെയോ ഒന്നും പേരവിടെ പ്രതിപാദിച്ചിട്ടില്ല എങ്കിലും അവിടെ ദൈവിക പ്രവൃത്തിയുടെ ഒരു ശക്തി വെളിപ്പെടുകയാണ്. ഈ സമയത്ത് ആ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് 4 പേര് പറഞ്ഞു, ഞങ്ങൾ ഇവനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. പലവിധമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്തിനാണ് കൊണ്ടുപോകുന്നത്? ഇതിനു മുൻപ് കൊണ്ടുപോയിട്ടുള്ളതല്ലേ?
സൗഖ്യം കിട്ടിയിട്ടില്ലല്ലോ. പലവിധമായ ആക്ഷേപങ്ങൾ, പലവിധമായ ചിന്തകൾ പലതും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം. പക്ഷേ ഈ ചെറുപ്പക്കാരൻ 4 പേര് പറയാണ്, യേശുവിനെ ഞങ്ങൾക്കറിയാം. യേശുവിനെ അറിഞ്ഞവർക്ക് മാത്രമേ യേശുവിൽ നിന്ന് ചിലതൊക്കെ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. യേശുവിനെ അറിഞ്ഞവർക്ക് മാത്രമേ യേശുവിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. യേശുവിനെ അറിഞ്ഞവരിൽ നിന്ന് മാത്രമേ ദൈവിക പ്രവൃത്തികളെ കുറിച്ച് അറിയാൻ കഴിയത്തുള്ളൂ. യേശുവിനെ അറിയാത്ത ഒരാൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല, പ്രവർത്തിക്കാൻ കഴിയില്ല. അവരെപ്പോഴും കുറ്റപ്പെടുത്തുന്നവരായി മാറിക്കൊണ്ടിരിക്കും. അവർ മറ്റുള്ളവരെ പരിഹസിക്കുന്നവരായി മാറും, മറ്റുള്ളവരെ നിന്ദിക്കുന്നവരായിട്ട് മാറും. ഇവിടെ 4 പേര് പറയാണ്, യേശുവിനെ ഞങ്ങൾക്കറിയാം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് യേശുവിനെ അറിയാം. യേശുവിനെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ ഒരാളെയെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു രോഗിയെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രശ്നങ്ങളാൽ വലഞ്ഞ പ്രിയപ്പെട്ടവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ വിഷമതകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് പറയാൻ കഴിയും, യേശു വിടുവിക്കുന്നവനാണ്. ഈ നാടുകളിൽ നിങ്ങൾ സമാധാനത്തിനുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുകയാണ്, വിടുതൽ പ്രാപിക്കേണ്ടിയിരിക്കുകയാണ്. അത്ഭുതകരമായിരിക്കുന്ന ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥനയോടെ കടന്നു വരുമ്പോൾ വിടുതൽ പ്രാപിക്കാൻ കവണ്ണം ഇടയായിത്തീരുകയാണ്. ഈ 4 പേരൊരു പക്ഷപാതക്കാരനെ കൊണ്ടുവരുമ്പോൾ വലിയ കൂട്ടം ആളുകൾ വീടിന് ചുറ്റും നിൽക്കുകയാണ്. അങ്ങോട്ട് കടന്നു ചെല്ലുവാൻ കഴിയാത്ത വിധത്തിലുള്ള ആൾക്കൂട്ടമാണ് നിൽക്കുന്നത്. പല അഭിപ്രായങ്ങളും പറഞ്ഞു, യോ പോയിട്ട് കാര്യമില്ല, എങ്ങനെ സൗഖ്യമാവും, എങ്ങനെ വിടുവിക്കും? അപ്പോൾ പല വിധത്തിലുള്ളതായ തടസ്സങ്ങൾ വന്നിട്ടും ഈ തടസ്സ മുനകളെയൊക്കെ നോക്കാതെയും എടുക്കാതെയും സ്വീകരിക്കാതെയും തള്ളിക്കളഞ്ഞുകൊണ്ട് യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിച്ചു. വീടിന്റെ മേൽത്തട്ട് പൊളിച്ചു മാറ്റി യേശുവിന്റെ സ്ഥലത്തേക്ക് ഇറക്കി വെച്ചപ്പോൾ യേശു കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, മകനെ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കും. ഒരു മനുഷ്യന്റെ വിടുതലിന് കാരണമായത് ഈ 4 ചെറുപ്പക്കാരാ. ഈ 4 പേര് യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ്. ഒന്ന്, ദൈവപുത്രനാകുന്നു എന്ന് തിരിച്ചറിഞ്ഞു, സൗഖ്യമാക്കുമെന്ന് തിരിച്ചറിഞ്ഞു, വിടുവിക്കാൻ നടത്തുവാൻ കഴിയുന്നവരെന്ന് തിരിച്ചറിഞ്ഞു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ തിരിച്ചറിവുണ്ടെങ്കിൽ കെട്ടപ്പെട്ട അനുഭവങ്ങളിൽ നിന്നൊരു മോചനമുണ്ട്, വിടുതലുണ്ട്, നമ്മളെ അത്ഭുതകരമായി നടത്തുവാൻ കഴിയുന്ന ഒരു അതിശയമുണ്ട്. കർത്താവിന്റെ സ്തോത്രം. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അവിടെ കുരുടനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഉറക്കെ വിളിക്കുന്ന, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. പലരും അവനെ തടസ്സപ്പെടുത്തി, നിരുത്സാഹപ്പെടുത്തി, മിണ്ടാതിരിക്കാൻ പറഞ്ഞു, അടങ്ങാൻ പറഞ്ഞു. പക്ഷെ അവൻ ഉറക്കെ വിളിച്ചു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ വിളിച്ചപ്പോൾ യേശു അവിടെ നിന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? എനിക്ക് കാഴ്ച കിട്ടണം, എനിക്ക് കാഴ്ച വേണം. അവന്റെ ആഗ്രഹം അതായിരുന്നു, എനിക്ക് കാഴ്ച വേണം. പ്രതികൂലത്തിന്റെ നടുവിൽ നിനക്കൊരു അത്ഭുതം നടക്കുന്നെങ്കിൽ അത് പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കും, നിന്ദിക്കപ്പെട്ടവരുടെ നടുവിലായിരിക്കും, വേദനിക്കുന്നവരുടെ നടുവിലായിരിക്കും, ഒറ്റപ്പെടുത്തിയവരുടെ നടുവിലായിരിക്കും. സകലരും നിന്നെ തള്ളിക്കളയുമ്പോൾ അവരുടെ നടുവിൽ ദൈവത്തിന്റെ അത്ഭുതം നീ കാണും. ഇവിടെ സകലരും അവനെ നിന്ദിച്ചപ്പോൾ, പരിഹസിച്ചപ്പോൾ, കൂക്കി വിളിച്ചപ്പോൾ, ഒറ്റപ്പെടുത്തിയപ്പോൾ യേശുവിനോട് പറഞ്ഞു, എനിക്ക് കാഴ്ച വേണം, നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. ഇത്ര വലിയ വിശ്വാസം ഞാൻ ആരിലും കണ്ടില്ല എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ അവൻ കാഴ്ചയുള്ളവനായി മാറി. അവിടെ അത്ഭുതം നടന്നില്ലേ? അതെ, നിങ്ങളുടെ ഭവനത്തിൽ നടക്കണ്ടേ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നടക്കണ്ടേ, നിങ്ങളുടെ ജോലിയിൽ നടക്കണ്ടേ, നിങ്ങളുടെ തലമുറയിൽ നടക്കണ്ടേ, സകല വഴികളിലും ദൈവ അത്ഭുതങ്ങൾ നടക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ചേർന്നിരിക്കാം, ഒരുമിച്ച് ബലപ്പെടാം, നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, രോഗികളായി കഴിയുന്നവരെ ഓർക്കുന്നു, പലവിധമായ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ, അശ്വിനെയും കരിയെ പോലെ നാളുകളായി മക്കളില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരെ അവരെ ഞങ്ങൾ ഓർക്കുന്നു. സ്വദേശത്തും വിദേശത്തും ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയായി കുടുംബമായി താമസിക്കുന്നവർ, പഠനത്തിനായി പോയിരിക്കുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, വിവിധ ഇടങ്ങളിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ നാമത്തിൽ തന്നെ.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അറിഞ്ഞവനെ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല പോർവരുക, വിശ്വാസം കാക്കാം.